നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. സാമ്രാജ്യത്വ നവ കൊളോണിയൽ ശക്തികൾ അധിനിവേശത്തിന്റെ പുതിയ പാതകൾ തേടുമ്പോൾ അധിനിവേശത്തിനെതിരെ പോരാടി നേടിയ സ്വാതന്ത്ര്യം നമുക്ക് കരുത്താവട്ടെ. ഇന്ത്യ സ്വാതന്ത്ര്യ ദിനാഘോഷ ലഹരിയിൽ. വാഴ്ത്തപ്പെട്ടവന്റെ നാട്ടിലേക്ക് KSRTC സർവീസ്. കൈനകരി കോലത്തു ചെട്ടിയിൽ നിന്നും മാന്നാനത്തേക്ക് സർവീസ് ആരംഭിച്ചത് KCV വാർത്തകളെ തുടർന്നാണ്. ഉള്ളതെല്ലാം വെള്ളത്തിലായി. വെള്ളം വറ്റിക്കുവാനും പാടശേഖര സമിതി പണം മുടക്കണമെന്ന അധികൃതരുടെ പിടിവാശി. AC റോഡിലെ വെള്ളം വറ്റിക്കുന്നതിന് കാലതാമസം വരുത്തി. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകളോളം വിദേശികളുടെ കീഴിൽ അടിമകളായി കഴിഞ്ഞതിനു ശേഷം ആയിരക്കണക്കിന് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ദേശസ്നേഹികളുടെ ജീവൻ കൊടുത്ത് നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. വെള്ളിയാഴ്ച ഭാരതത്തിന്റെ 68ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. പുരാതന കാലം മുതൽ ഭാരതത്തിലേക്ക് സഞ്ചാരികൾ ഒട്ടേറെ വന്നു. പിന്നെ വ്യാപാരികൾ, അതിനുശേഷം അക്രമകാരികൾ. അലക്സാണ്ടർ, മുഹമ്മദ് ഗസ്നി, ഗോറി, തിമൂർ, ബാബർ, നാദിർ ഷാ ഇങ്ങനെ തുടങ്ങി നൂറുകണക്കിന് അക്രമകാരികൾ പലതവണയായി ഇവിടെ വരികയും ഭാരതീയരെ ആക്രമിക്കുകയും ശേഷം അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യക്കാരായവരെ യുദ്ധത്തിന് നിയോഗിക്കുകയും അവരുടെ മതവികാരം വ്രണപ്പെടുത്തുവാൻ വേണ്ടി ഹിന്ദുക്കളായവർക്ക് പശുവിന്റെ നെയ്യിൽ പുരട്ടിയ വെടിയുണ്ടകളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് പന്നിയുടെ നെയ്യിൽ പുരട്ടിയ വെടിയുണ്ടകളും നൽകിയിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് ഭാരതീയരായ ജവാന്മാർ രംഗത്ത് വരികയും ബ്രിട്ടീഷ് സൈനിക മേധാവിയെ വധിച്ചതിനു ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൊടി കീറിയെറിഞ്ഞ് ഭാരതത്തിന്റെ പതാക ഉയർത്തിയതോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് കളമൊരുങ്ങി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സംഘടിത രൂപം കൊണ്ടത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടതോടെയാണ്. ഇതിനുശേഷം സഹന സമരങ്ങളാണ് അരങ്ങേറിയത്. എന്നാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ ആയുധം കൊണ്ട് പോരാടുവാനും വിവിധ സമരങ്ങളും ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാഴികക്കല്ലായി. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഭാരതം സ്വാതന്ത്ര്യം നേടിയപ്പോൾ അതിനു മുമ്പ് നടത്തിയ മുഹമ്മദ് അലി ജിന്നയുടെ കുതന്ത്രം നിമിത്തമാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രമുണ്ടായതെന്ന് അധ്യാപകനും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഭാരതത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത വടക്കൻ വെളിയനാട് ചെന്നക്കാട് PG പരമേശ്വര പണിക്കരുടെ പ്രതികരണത്തിലേക്ക്. എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, അത് നിശ്ചയമാണ്. ഗാന്ധിജിയുടെ പ്രസംഗം കൂടെ ആയപ്പോൾ അത് മൂവിയായി. 4 ദിവസത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഈ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒന്നും അങ്ങോട്ട് വിട്ടില്ല. ഈ ഡയറക്ടറുടെ സർക്കുലർ കാരണം 4th ഞാനിത് പഠിച്ചത്. ഞാനെന്ത് ഉച്ചയ്ക്ക് പോയി ഗാന്ധിജിയെ കാണാൻ പോയി. അവിടെ ചെന്നപ്പം അന്നത്തെ വിസിറ്റിംഗ് സമയം കഴിഞ്ഞു. പിന്നെ കാത്തു നിന്ന് ഞാൻ ചുരുക്കല്ലാതെ VIP പേഴ്സണൽ കടത്തി വിടുന്നുണ്ട്. അത് ഞാനിങ്ങനെ വീക്ഷിച്ചു. നോക്കിയപ്പോൾ ഒരു കുടുംബം 5-6 പേരുണ്ട്. അവിടെ പുറകിൽ 1-2 പിള്ളേരുണ്ട്. അവർ കടന്നു പോയി വിട്ടത് ഞാനെന്തെടുത്തു. ആ പുറകെ പോയ കൊച്ചന്റെ കൈക്ക് കയറി പിടിച്ചുകൊണ്ട് ഞാൻ അകത്ത് കിടന്നു. അങ്ങനെ ഗാന്ധിജി ആദ്യമായിട്ട് അന്ന് കണ്ടു. അന്ന് പട്ടാളത്തിലല്ല, അപ്പൊ അവര് പീഡിപ്പിക്കുകയല്ല, മിലിറ്ററിയിലാണല്ലോ അന്ന് അക്കാലത്ത്. അപ്പൊ പിന്നെ അവരുടെ പീഡനമൊന്നുമില്ല. തന്നെയല്ല, സ്വാതന്ത്ര്യം വേണോ വേണ്ട ഒരു അറ ധരിച്ചു ഇതുണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ ഓഫീസിലിട്ട അന്നത് പറയാൻ ചോദിക്കുന്നതല്ല. സ്വാതന്ത്ര്യം കിട്ടിയ നമ്മൾ എന്തോ ചെയ്യും എന്നൊക്കെ ആയിരുന്നു ചോദ്യങ്ങളും. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചോദിക്കുള്ളൂ. മഹാത്മാഗാന്ധിയുടെ സഹന സമരത്തിന് മുമ്പിൽ അവസാനം ബ്രിട്ടീഷ് സൈന്യം മുട്ടുകുത്തുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണത്തിലൂടെയും പാരതന്ത്ര്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ കഥ മനസ്സിലാക്കണം. അതിനായി സ്വയം ബലിയർപ്പിച്ച 1000 ദേശസ്നേഹികളുടെ ജീവിത കഥയറിയണം. അപ്പോഴേ ത്യാഗത്തിന്റെ വിലയറിയൂ. നാം ശരിയായ ഭാരതീയനാവൂ. അതിനുള്ള അവസരമാകട്ടെ ഈ സ്വാതന്ത്ര്യദിനം. കൈനകരി കോലത്തു ചെട്ടി മുതൽ ഏറ്റുമാനൂർ വരെയുള്ള KSRTC ബസ് സർവീസിന് തുടക്കമായി. വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കൈനകരിയിലേക്ക് ബസ് സർവീസ് നടത്തേണ്ടതിന്റെ ആവശ്യകത KCV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു.
വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഇലിയാസത്തിന്റെ ജന്മഗ്രഹമായ കൈനകരിയിൽ നിന്നും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന മാന്നാനത്തേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് KCB ന്യൂസ് നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വാർത്തയെ തുടർന്ന് KSRTC ഡയറക്ടർ ബോർഡ് അംഗം സണ്ണി തോമസ് ബോർഡിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. കൈനഗരി കോലത്തുചെട്ടിയിൽ നിന്ന് ആരംഭിച്ച ബസ് സർവീസ് CF തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇതുപോലെ KSRTCയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ബസ് സർവീസ് ചാവറ പിതാവിന്റെ ജന്മനാട്ടിൽ നിന്നും കൈനഗരിയിൽ നിന്നും അദ്ദേഹം അഭിമന്യനായ പിതാവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മാന്നാനത്തേക്ക് പോകുവാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചങ്ങനാശ്ശേരിക്ക് അനുഗ്രഹീത നിമിഷങ്ങളാണിതൊക്കെ. ചാവറ പിതാവിന്റെ മധ്യസ്ഥതയാൽ നമ്മുടെ നാടിനും ജനങ്ങൾക്കുമൊക്കെ ധാരാളമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രിയപ്പെട്ട ശ്രീ സണ്ണി തോമസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ശ്രമഫലമാണ് ഇങ്ങനൊരു സർവീസ് നമുക്ക് ഈ റൂട്ടിൽ അനുവദിക്കുവാനായിട്ട് കാരണം. പിതാവിന്റെ ജന്മനാട്ടിൽ നിന്നും കബറിടം സ്ഥിതി ചെയ്യുന്ന മാന്നാനത്തേക്ക് പോകുന്ന ബസ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് യാത്രാ ക്ലേശങ്ങൾ ഏറെ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുമായിട്ടൂടെ കണക്ട് ചെയ്തു പോകണം എന്നുള്ളത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. സിബിച്ചൻ കാളാശ്ശേരി, ബാബു പാറക്കാടൻ, PC മാത്യു കുറുപ്പശ്ശേരി, ജെയിംസ് കല്ലുപാത്ര തുടങ്ങിയവർ സംസാരിച്ചു. തർക്കം പരിഹരിച്ചു. AC റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പമ്പിംഗ് ജോലികൾക്ക് തുടക്കമായി. കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴ്ന്നെങ്കിലും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് മുതൽ ഒന്നാംകരയോടെയുള്ള വെള്ളക്കെട്ട് ഒഴിവായിരുന്നില്ല. ഇതേ തുടർന്നാണ് സർക്കാർ വക ട്രഡ്ജർ എത്തിച്ച് വെള്ളം വറ്റിക്കാൻ നടപടികൾ ആരംഭിച്ചത്. ചമ്പക്കുളം കൃഷിഭവന്റെ കീഴിലുള്ള മൂലം പൊങ്ങമ്പ്ര പാടശേഖരത്തിൽ മട വീണതിനെ തുടർന്നാണ് AC റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. ഈ പാടശേഖരം മട വീണപ്പോൾ മണിമലക്കാട്, എഴുകാട്ടിൽ പാടം എന്നിവയും വെള്ളത്തിലായി. 143 ഹെക്ടറിലെ അടിക്കണയെത്തിയ കൃഷി ഇതേ തുടർന്ന് നശിക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ കൃഷി വെള്ളത്തിലായി കടക്കണിയിൽ മുങ്ങി നിൽക്കുന്ന കർഷകർ തന്നെ വെള്ളം വറ്റിക്കുന്നതിനും പണം മുടക്കണമെന്ന സർക്കാർ തീരുമാനം ബാലിശമാണ്. ഇതിനെയാണ് പാടശേഖര സമിതി എതിർത്തത്. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് കൃഷിവകുപ്പാണ് ട്രഡ്ജർ ഏർപ്പാടാക്കിയത്. ട്രഡ്ജർ കൊണ്ടുവന്നതിന്റെ ചെലവ് വഹിക്കാമെന്ന് അധികൃതരുടെ ഭാഗത്തെ കടുംപിടുത്തത്തെ തുടർന്ന് പാടശേഖര സമിതി സമ്മതിച്ചു. ഇതേ തുടർന്നാണ് വെള്ളം വറ്റിക്കൽ ആരംഭിച്ചത്. 3 പാടശേഖരങ്ങളിലായി 143 ഹെക്ടറിലെ 2 അടിയോളം വെള്ളം ഇനിയും വറ്റിയെങ്കിൽ മാത്രമേ AC റോഡിലെ വെള്ളക്കെട്ട് ഒഴിയൂ. കുട്ടനാട്ടിലെ ജനങ്ങളുടെയും കർഷകരുടെയും ദുരിതവും കൃഷിനാശവും എന്നേക്കുമായി അവസാനിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച കുട്ടനാട് പാക്കേജിലെ പ്രധാന പദ്ധതിയായിരുന്നു AC റോഡിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുവാനും മടവീഴ്ചയിൽ നിന്ന് പാടശേഖരങ്ങളെ സംരക്ഷിക്കുവാനും വേണ്ടി AC കനാൽ നെടുമുടി വരെയെങ്കിലും തുറക്കുക എന്നത്. 6 വർഷമായിട്ടും ഒന്നാംകരയിൽ നിന്ന് നെടുമുടി വരെ തുറക്കുവാൻ ശ്രമം നടന്നില്ല എന്ന് ഫാദർ തോമസ് പീലിയാനിക്കൽ. അതിന്റെ ദുരനുഭവമാണ് AC റോഡിൽ മങ്കൊമ്പ് ഭാഗത്ത് എല്ലാ വർഷവും ആഴ്ചകളോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് സംസ്ഥാന ഹൈവേയാണ്. ലക്ഷക്കണക്കിന് യാത്രക്കാരും ആയിരക്കണക്കിന് വാഹനങ്ങളും നിത്യേന കടന്നുപോകുന്ന ഈ റോഡിൽ താഴ്ചയുള്ള ഭാഗങ്ങൾ ഉയർത്താൻ KSTP തയ്യാറാകാതെ ജനങ്ങളെ മനഃപൂർവ്വം ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു. യാത്രക്കാരുടെ അവകാശമാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്. അടുത്ത വർഷത്തിനകം AC റോഡിലെ വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സവും ഇല്ലാതാക്കത്തക്ക വിധം AC കനാൽ തുറക്കുകയും ഒന്നാംകര പാലം മുതൽ മങ്കൊമ്പ് പാലം വരെ ആവശ്യമായ ഉയരത്തിൽ പൊക്കി നിർമ്മിക്കുകയും ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. ഇതിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാനായി സമരപരിപാടികൾ, നിയമ നടപടികൾ തുടങ്ങിയവ സ്വീകരിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുവാനും AC റോഡ് സംരക്ഷണ സമിതി എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുവാനും സമരപ്രഖ്യാപനം നടത്തുവാനുമായി സ്വാതന്ത്ര്യദിനമായ വെള്ളിയാഴ്ച 3-ന് തെക്കേക്കര സെന്റ് ജോൺസ് പള്ളി പാരിഷ് ഹാളിൽ ഒരു പൊതുജന സമ്മേളനം കൂടുന്നതാണ് എന്നും ഫാദർ തോമസ് പീലിയാനിക്കൽ പറഞ്ഞു. കണ്ണാടി ഗവൺമെന്റ് UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച വിവിധ കലാപരിപാടികളും നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8:30-ന് PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ ദേശീയ പതാക ഉയർത്തും. ഹെഡ്മാസ്റ്റർ TS പ്രദീപ് കുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. ഇനിയൊരു ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി.
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് ഹരിപ്പാട് എക്സൈസ് CA ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ V. അരുൺകുമാർ അർഹനായി. 1996 ചെങ്ങന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഗാർഡായിട്ടാണ് അരുൺകുമാർ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 2006 പ്രിവന്റീവ് ഓഫീസറായി ചേർത്തല കുത്തിയതോടെത്തുകയും തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ എല്ലാ റേഞ്ച് ഓഫീസുകളിലും സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ക്വാഡിലും അരുൺകുമാർ സേവനം ചെയ്തിട്ടുണ്ട്. 18 ഗുഡ് സർവീസുകളും ക്യാഷ് റിവാർഡുകളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ കിട്ടിയപ്പോഴൊക്കെയാണെങ്കിലും ഒരു അംഗീകാരം ലഭിച്ചപ്പോൾ കൂടുതൽ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഒരു ഉത്തേജനമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. കാര്യം ഈ മേഖലകളിൽ ഉണ്ടാകുന്ന നിരവധി NDPS കേസുകളുടെ ഇൻഫർമേഷനുകൾ എനിക്ക് പലപ്പോഴും ലഭിക്കാറുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിനുള്ള ഫലമായിട്ട് തന്നെയാണ് അത് ലഭ്യമായിക്കൊണ്ടിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അശോക് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ റെയ്ഡുകളിലും പങ്കുചേരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിന് നൽകുവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുമുണ്ട്. ഊരിക്കരി പബ്ലിക് ലൈബ്രറിയുടെയും വായനശാലയുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും കരിയർ ഗൈഡൻസ് ഉദ്ഘാടനവും സംഘടിപ്പിക്കുന്നു. രാവിലെ 9 പതാക ഉയർത്തും. തുടർന്ന് വിവിധ കലാസാഹിത്യ മത്സരങ്ങളും വൈകിട്ട് 4 നടക്കുന്ന കരിയർ ഗൈഡൻസ് സെന്ററിന്റെ ഉദ്ഘാടനം ജോസഫ് K. നെല്ലുവേലി നിർവഹിക്കും. കരിഞ്ചന്തയിലേക്ക് കടത്താൻ ശ്രമിച്ച റേഷനരി ആലപ്പുഴയിൽ പോലീസ് പിടികൂടി. ആലപ്പുഴയിൽ നിന്നും അങ്കമാലിയിലേക്കാണ് റേഷനരി കടത്താൻ ശ്രമിച്ചത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവവുമായി ബന്ധപ്പെട്ട വാഹനത്തിന് ഡ്രൈവർ ആലപ്പുഴ AN-പുരം സ്വദേശി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ ആലപ്പുഴയിൽ സിറ്റിംഗ് നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ 505 കേസുകൾ പരിഗണിച്ചു. ജസ്റ്റിസ് ഹരിഹരൻ നായർ, കമ്മീഷൻ അംഗങ്ങളായ കുട്ടായി ബഷീർ, ഹാരിസ് മാസ്റ്റർ, ഗംഗാധരൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. 2007 മുമ്പെടുത്ത 75,000 രൂപ വരെയുള്ള വായ്പകളാണ് കടാശ്വാസ കമ്മീഷൻ പരിഗണിച്ചത്. കാവാലം PZ ജോസഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ദിനവും ഫ്ലവർ ജൂബിലി ആഘോഷവും ക്യാൻസർ കെയർ ലൈഫ് പദ്ധതിയുടെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും. കാവാലം മുണ്ടകപ്പാടം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് ജോജോ ജോസഫ് അറിയിച്ചു. ചങ്ങനാശ്ശേരി റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി മാർക്കറ്റിൽ മോഷണ ശ്രമം നടന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 3:30 സംഭവം. ത്രിവേണി മാനേജർ ഉപഭോക്താക്കൾക്ക് സാധനം കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ അലമാരയിൽ നിന്നും പണമെടുത്തുകൊണ്ട് ഓടുകയായിരുന്നു മോഷ്ടാവ്. മാനേജർ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തിരക്ക് കൂടുതൽ ഉള്ള സമയമായിരുന്നു. ഒരു കസ്റ്റമർ വന്ന് സാധനം നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ സമയം കൊണ്ട് കള്ളം കയറി സാധനം ട്രോയിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. പുള്ളിയുടെ പുറകെ ഓടി ഞാൻ അലർക്കൊണ്ട് ഓടി പോയി പിടിച്ചു. പൈസ അങ്ങനെ മേടിക്കുകയായിരുന്നു. പകൽ സമയത്ത് ഇവിടെ സെക്യൂരിറ്റിക്കാരില്ലാത്തത് മൂലം ഇവിടം വഴിവാണിഭക്കാരുടെ താവളമായതായി നാട്ടുകാർ ആരോപിച്ചു. ഇതിനു മുമ്പും ഇവിടെ പല മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ ഒരു പകലൊരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു പ്രധാന വിഷയം. അത് ഈ ഹൗസിംഗ് ബോർഡിന്റെ ഒരു പിടിപ്പുകൾ തന്നെ. പകൽ സെക്യൂരിറ്റി ഇല്ല.
പിന്നെ പുറത്തുനിന്നുള്ള പല കച്ചവടക്കാരും ഇവിടെ ബെഞ്ച് കച്ചവടക്കാരെ, പിന്നെ ലോട്ടറി കച്ചവടക്കാരെ, പിന്നെ തുണി കച്ചവടം, അങ്ങനെ വിവിധ തരത്തിലുള്ള കച്ചവടക്കാരെല്ലാം ഇതിനകത്ത് കച്ചവടം നടത്തുന്നത്. പിന്നെ പിച്ചാത്തി കച്ചവടം അവസാനം വന്നിട്ട് ഇപ്പോൾ പിച്ചാത്തി വരെ ഇവിടെ വെച്ച് തറയിൽ വെച്ച് പിച്ചാത്തി കച്ചവടം വരെ ഇവിടെ നടത്തുകയാണ്. ഏത് നിമിഷവും ഇവിടെ പിച്ചാത്തി കൊണ്ടുള്ള ഒരു അറ്റാക്ക് വരെ ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉള്ളത്. ഇത് ആരും ചോദിക്കാനുമില്ല, പറയാനും. കൈനഗരി വികസന സമിതിയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തിന്റെ 2ാം ഘട്ട ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിക്കും. കുട്ടമംഗലം SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് കിറ്റ് വിതരണം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സൗജന്യ കണ്ണട പരിശോധന മെഡിക്കൽ ക്യാമ്പിൽ 100 പേർക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്തു. ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ആനപ്രമ്പാൽ മാർത്തോമ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആനപ്രമ്പാൽ മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന യോഗത്തിൽ KL ബിന്ദു അധ്യക്ഷയായി. TK സോമൻ, റോയ് ഊരാമേലിൽ എന്നിവർ സംസാരിച്ചു. ഈ കണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് കാഴ്ചയാവുന്നില്ല. നിങ്ങൾ എന്ത് കാണുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കാഴ്ചയെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ണട വാങ്ങി തെളിഞ്ഞ കണ്ണുകളോട് നാളെ മുതൽ നിങ്ങൾ ഈ ലോകത്തെ കാണുന്ന അവസരത്തിൽ പുതിയൊരു കാഴ്ചപ്പാടിൽ ഈ ലോകത്തെ കാണുവാനായിട്ട് നിങ്ങൾക്കിടയായിട്ട് തീരും. കുട്ടനാട് കള്ളുഷാപ്പ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ അടിയന്തര പൊതുയോഗം ശനിയാഴ്ച 11-ന് നടക്കും. ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുമെന്നും സെക്രട്ടറി P. സുശീലൻ അറിയിച്ചു. ചരമവാർത്തകൾ. മിത്രക്കരി കാവാലശ്ശേരി വീട്ടിൽ കാർത്തിയായനി 98 വയസ്സ് നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 12-ന് വീട്ടുവളപ്പിൽ. ഒന്നാങ്കര തുലാപ്പിൽ ശാരദ തങ്കപ്പൻ 90 വയസ്സ് നിര്യാതയായി സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സാമ്രാജ്യത്വ നവ കൊളോണിയൽ ശക്തികൾ അധിനിവേശത്തിന്റെ പുതിയ പാതകൾ തേടുമ്പോൾ അധിനിവേശത്തിനെതിരെ പോരാടി നേടിയ സ്വാതന്ത്ര്യം നമുക്ക് കരുത്താവട്ടെ. ഇന്ത്യ സ്വാതന്ത്ര്യദിനാഘോഷ ലഹരിയിൽ. വാഴ്ത്തപ്പെട്ടവന്റെ നാട്ടിലേക്ക് KSRTC സർവീസ്. കൈനഗരി കോലത്തുചെട്ടിയിൽ നിന്നും മാന്നാനത്തേക്ക് സർവീസ് ആരംഭിച്ചത് KCV വാർത്തകളെ തുടർന്നാണ്. ഉള്ളതെല്ലാം വെള്ളത്തിലായി. വെള്ളം വറ്റിക്കുവാനും പാടശേഖര സമിതി പണം മുടക്കണമെന്ന അധികൃതരുടെ പിടിവാശി. AC റോഡിലെ വെള്ളം വറ്റിക്കുന്നതിന് കാലതാമസം വരുത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.